ഹായ് ഹലോ, ഐ എം നിതിൻ. ദിസ് ഈസ് NSK ടിപ്സ്. നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 3ാമത്തെ ഭാഗം നോക്കാം. 3ാമത്തെ ഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പ്രോബ്ലം ആണ് അല്ലെ, ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ പ്രോബ്ലം ആണ്. അപ്പൊ 8ാമത്തെ പ്രോബ്ലം ഒരു നമ്മുടെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഫിസിക്സ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിന്റെ അകത്ത് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മോഷൻ ഓഫ് ദ ഇക്വേഷൻ, മോഷന്റെ ഇക്വേഷൻസ് വെച്ചുള്ള ഒരു ചെറിയ മാത്സിലെ പ്രോബ്ലം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വായിച്ച അർത്ഥം മനസ്സിലാക്കാം. ആൻ ഒബ്ജെക്ട് സ്റ്റാർട്ട്സ് വിത്ത് എ സ്പീഡ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഒരു ഒബ്ജെക്ട് ട്രാവൽ ചെയ്യുന്നു ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ, അതായത് ഒരു നേർരേഖ പാതയിലൂടെ ഒരു ഒബ്ജെക്ട് യാത്ര ചെയ്യുന്നു. ഓക്കെ, ഇഫ് ദ സ്പീഡ് ഈസ് ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് ഇൻ എവരി സെക്കൻഡ്, അല്ലെ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ സ്പീഡ് അറ്റ് ദ ടൈം 1 second ഈസ് u പ്ലസ് 80 ആൻഡ് the speed of 1 second is the speed at a time 1 second is u plus 80 and the speed of 1 second is 5 meter per second and 5 second is 13 meter per second. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതിന്റെ അകത്തെ കണക്ക്. സ്പീഡ് ഓഫ് 1 സെക്കൻഡില് 5 മീറ്റർ പെർ സെക്കൻഡിൽ യാത്ര ചെയ്തു, മീറ്റർ പെർ സെക്കൻഡ് യാത്ര ചെയ്തു. അതേപോലെ തന്നെ 5 സെക്കൻഡില് 13 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ട കാര്യവും ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. 13 മീറ്റർ പെർ സെക്കൻഡിനും അതേപോലെ തന്നെ 5 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് നമുക്ക് ഇവിടെ കണക്ക് ചെയ്യാൻ വേണ്ട 2 ഹിന്റുകൾ. 5 മീറ്റർ പെർ സെക്കൻഡും അതേപോലെ 13 മീറ്റർ പെർ സെക്കൻഡ്. കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അവർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് അതേപോലെ തന്നെ എഴുതി വെക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? u പ്ലസ് 80. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ? സ്പീഡ് ഞാൻ സ്റ്റെപ്പ് എഴുതി തരാം. സ്പീഡ് അറ്റ് t സെക്കൻഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു u പ്ലസ് 80 ആണ്, അല്ലെ? ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് അറ്റ് 1 സെക്കൻഡ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം? സ്പീഡ് അറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് എത്ര തന്നിട്ടുണ്ട്? എത്രയാണ് 1 സെക്കൻഡില് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ u പ്ലസ് എയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? എ അല്ല, ടിയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് അതേപോലെ a ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദാറ്റ് ഈസ് ഈക്വൽ ടു u പ്ലസ് a ഇൻറ്റു 1 എത്രയാണ്? a ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 സെക്കൻഡിൽ 13. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? സ്പീഡ് അറ്റ് 5 സെക്കൻഡ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് പറയുന്നുണ്ട്. അതെ, നോക്കിയേ, 13 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 മീറ്റർ പെർ സെക്കൻഡ്. ഇതേപോലെ തന്നെ u പ്ലസ് 80യുടെ അകത്ത് ടി ഉള്ളെടുത്ത് ദാറ്റ് ഈസ് u പ്ലസ് 80യുടെ അവിടെ എത്രയാണ്? നമുക്ക് 13 എന്ന് എഴുതാം. അതേപോലെ u പ്ലസ് 80 ആ ടിയുടെ സ്ഥാനത്ത്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് ആണ്, അല്ലെ? അപ്പൊ ഈ ടൈമിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ഇടാം? 5 ഇടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു u പ്ലസ് 5a ഈസ് ഈക്വൽ ടു എത്ര എന്ന് എഴുതാം? 13. ഇക്വേഷൻ നമ്പർ 2. പേയേഴ്സ് ഓഫ് ഇക്വേഷൻ, അല്ലെ? അപ്പൊ ഈ കണക്കിൽ എത്ര ഇക്വേഷൻ ഉണ്ട്? നമുക്ക് ഇപ്പൊ 2 ഇക്വേഷൻ. ദാറ്റ് ഈസ് പേയേഴ്സ് ഓഫ് ഇക്വേഷൻ. ഈ പെയർ ഓഫ് ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം, അല്ലെ? ഈ 2 ഇക്വേഷനെ എടുത്ത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അകത്ത് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് യുവും അതേപോലെ തന്നെ എയും. യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ, വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്, അല്ലെ? സ്റ്റാർട്ടിംഗ് സ്പീഡ് ആണ് നമ്മുടെ യു. അതേപോലെ തന്നെ എ എന്ന് പറയുന്ന റേറ്റ് ഓഫ് സ്പീഡ്, വാട്ട് ഈസ് ദ റേറ്റ്, അതാണ് എ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഇക്വേഷൻസ്, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ താഴെ തന്നെ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതുവാണ്. u പ്ലസ് a ഇസ് ഈക്വൽ ടു എത്രയാണ്? 5. ഇതായിട്ട് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ശ്രദ്ധിക്കണം, 2 ഇക്വേഷൻ കിട്ടിയാൽ ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ തരാത്ത സാധനങ്ങൾ, വേരിയബിൾസുകൾ കണ്ടുപിടിക്കാൻ ഈ 2 ഇക്വേഷനും കൂടെ കുറച്ചാൽ മതി. കുറയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ നോക്കണം. ഇവിടെ കുറയ്ക്കാൻ പാടൊന്നുമില്ല, കാരണം ഇവിടെ യുവും സെയിം ആണ്, അല്ലെ? ഇവിടെയും 1u ഇവിടെയും 1u. ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 1 ഉണ്ട്. അപ്പൊ 1uവിൽ നിന്ന് 1u പോയാൽ എത്രയാണ്? 0. ഇവിടെ 5aയിൽ നിന്ന് a പോയാൽ എത്രയാണ്? 4a ഈസ് ഈക്വൽ ടു 13 നിന്ന് 5 പോയാൽ എത്രയാണ്? 13 മൈനസ് 5 എത്രയാണ്? 13 മൈനസ് 5 എന്ന് പറയുന്നത് 8. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? എന്താണ്? 8/4. എങ്ങനെ ബൈ 4 കിട്ടി? ഇവിടെ ഇൻഡു ചെയ്തിരിക്കുന്ന 4 ഈക്വൽ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ. ദാറ്റ് ഈസ് ഈക്വൽ a ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 2. അപ്പൊ a എത്ര കിട്ടി? നമുക്ക് 2 എന്ന് കിട്ടി.
എന്ന് പറയുന്ന റേറ്റ് ആണ്. റേറ്റ് അപ്പം നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? നമ്മുടെ യു എന്താണ്? യുവും കൂടെ വേണം. വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? ദാറ്റ് ഈസ് യു. അതിനുവേണ്ടി നമുക്ക് 2 ഇക്വേഷൻസുകൾ ഉണ്ട് അല്ലെ? പേയേഴ്സ് ഓഫ് ഇക്വേഷൻ 2 ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ഏതെങ്കിലും ആദ്യത്തെ ഇക്വേഷൻ തന്നെ ഞാൻ എടുക്കുവാണ്. u പ്ലസ് എ ഈസ് ഈക്വൽ ടു 5 അല്ലെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. നോക്കിയേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇവിടെ നമുക്കിപ്പോ എന്ത് കിട്ടി? എ കിട്ടി. എ എത്ര കിട്ടി? 2. അപ്പൊ ഞാൻ എ യു പ്ലസ് എയുടെ സ്ഥാനത്ത് എന്ത്? 2 ഈസ് ഈക്വൽ ടു 5. ഇവിടെ നോക്കുക, നമുക്ക് ഇനി യു ആണ് വേണ്ട. ഈ +2 ഈക്വൽ അപ്പുറം പോകുമ്പോൾ എന്താവും? -2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു 5 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 3. സംഭവം മനസ്സിലായ? അപ്പം എയും കിട്ടി, എ എന്ന് പറയുന്ന റേറ്റും കിട്ടി, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്ന ആ യുവും നമുക്ക് ആൻസർ കിട്ടി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും മാത്സിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ദ പ്രൈസ് ഓഫ് 4 pens ആൻഡ് 3 pencils. അപ്പം നമ്മൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനില് നമുക്ക് ഇതിനകത്തൊരു നായകനും നായികയും ഉണ്ടല്ലേ. ആ നായകനാണെന്ന് നമ്മുടെ ആര്? പെന്നും. നായിക ആരാണ്? നമ്മുടെ പെൻസിൽ. ക്വസ്റ്റ്യൻ പറയുന്നത് പോലെ എഴുതി പോകണം. ശ്രദ്ധിച്ചിരിക്കണം. ഇത് പേയേഴ്സ് ഓഫ് ഇക്വേഷൻ്റെ ഒരു വേറെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. നമ്മൾ ഇത്ര നേരം ചെയ്തതുപോലല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പൊ ഇവിടെ നോക്കിയാൽ 4 pens എന്ത്? പ്രൈസ് ഓഫ് 4 pens. അപ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇവിടുത്തെ നായകൻ ആരാണ്? പ്രൈസ് ഓഫ് പെൻ. അതേപോലെ തന്നെ നായിക ആരാണ്? നായിക ആരാണ്? പ്രൈസ് ഓഫ് പെൻസിൽ. ഇവിടെ പെന്നിന്റെ വില, പെന്നിനെ നമുക്ക് പ്രൈസ് ഓഫ് പെന്നിനെ നമുക്ക് എക്സ് എന്നും വിളിക്കാം, പ്രൈസ് ഓഫ് പെൻസിലിനെ നമുക്ക് വൈ എന്നും വിളിക്കാം. ഇനി നിങ്ങൾ നോക്കുക, ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. പ്രൈസ് ഓഫ് 4 pens ആൻഡ് 3 pencils ഈസ് 66 അല്ലെങ്കിൽ 66. നമുക്ക് എങ്ങനെ എഴുതാം? 4 പെന്നിനും അതേപോലെ തന്നെ 3 pencilനും കൂടെ എത്ര രൂപയാണ്? 66. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 പെന്നിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 3 pencilന്റെ സ്ഥാനത്ത് y ഈസ് ഈക്വൽ ടു 66. ഇതൊരു ഇക്വേഷൻ ആണ്, ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ നമ്പർ 2 നമുക്ക് സെറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇക്വേഷൻ നമ്പർ 2 വേണ്ടി അടുത്തത് ദ പ്രൈസ് ഓഫ് 7 pens ആൻഡ് 3 pencils ഈസ് എന്താണ്? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7 pens. അപ്പൊ 7 pens പ്ലസ് 3 pencil എത്ര രൂപയാണ്? 111. അപ്പൊ പെന്നിന്റെ അവിടെ എന്ത് എഴുതും? 7x പ്ലസ് 3 y ഈസ് ഈക്വൽ ടു 111. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ നമ്പർ 2. ക്വസ്റ്റ്യൻ വായിക്കുക, അതേപോലെ തന്നെ എഴുതി വെക്കുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഇക്വേഷൻ കിട്ടി അല്ലെ. ഇനി ആ 2 ഇക്വേഷൻ കൂടെ കുറച്ചാൽ പോരെ, സോൾവ് ചെയ്താൽ പോരെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഇപ്പൊ ഇവന്റെ താഴെ ഇടാൻ പോവാണ്. ശ്രദ്ധിച്ചോണം. 4x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 66. ഇക്വേഷൻ നമ്പർ 1 അല്ലേ. ഇതിനാണ് ഇവിടെ കുറയ്ക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് കുറയ്ക്കാം. കാരണം എന്താണ്? ഇവിടെ ഏതെങ്കിലും ഒരു എന്താണ് വേരിയബിളിന്റെ കോയിഫിഷ്യന്റ് തുല്യമാണോ നോക്കണം. വേരിയബിളിന്റെ കോയിഫിഷ്യന്റ് തുല്യമാണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ആ വേരിയബിളിന്റെ കൂടെ ഉള്ളവൻ നോക്കിക്കേ. ഇവിടെ എക്സിന്റെ കൂടെ ആരാണ്? 7. ഇവിടുത്തെ എക്സിന്റെ കൂടെ ആരാണ്? 4. അങ്ങനെയുള്ളത് കുറച്ചെഴുതാം, 0 കിട്ടത്തില്ല. അങ്ങനെയുള്ളത് കുറയ്ക്കുമ്പോൾ 0 കിട്ടത്തില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ വൈയുടെ കൂടുള്ളവൻ ആരാണ്? 3. ഇവിടുത്തെ വൈയുടെ കൂടുള്ളവനും 3. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഇക്വേഷനിലേക്ക് 2 ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ തുല്യമായിരിക്കണം. ഇവിടെ തുല്യമാണ് ഏത് വേരിയബിൾ? y തുല്യമാണ്. ഈ വൈയുടെ കൂടെ എന്താണ്? 3 ആണ്. ഈ വൈയുടെ കൂടെ എന്താണ്? 3 തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു വേരിയബിൾ കുറയ്ക്കുമ്പോൾ 0 കിട്ടണം. അങ്ങനെ 0 കിട്ടണമെങ്കിൽ ഏതെങ്കിലും വേരിയബിൾ തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ വൈയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അങ്ങ് കുറച്ച് പോയാൽ മതി. അപ്പൊ 7x നിന്ന് 3x പോയാൽ എത്രയാണ്? 7x നിന്ന് 4x പോയാൽ എത്രയാണ്? 3x. 3y നിന്നും 3y പോയാൽ എത്രയാണ്? ഇവിടെ 0 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 111 നിന്നും 66 പോയാൽ 45 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3x പ്ലസ് 0 ഈസ് ഈക്വൽ ടു 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3x ഈസ് ഈക്വൽ ടു എത്രയാണ്? 45. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു എത്ര വരും? 45/3. x ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 15. x എത്ര കിട്ടി? 15. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് പെൻ. അപ്പൊ പ്രൈസ് ഓഫ് പെൻ എത്ര കിട്ടി? 15 രൂപ. ഇനി പെൻസിലിന്റെയും കൂടെ വേണ്ടേ? പെൻസിലിന്റെ കണ്ടുപിടിക്കാൻ നമ്മുടെ 2 ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്തോട്ട് എക്സിന്റെ വാല്യൂ ഇടുക. ഇനി നിങ്ങൾക്ക് ഇക്വേഷൻ നമ്പർ 2 ആണ് ഇഷ്ടമെങ്കിൽ അതിന്റെ അകത്ത് ഇടുക. ഞാൻ ഇക്വേഷൻ നമ്പർ 1 അങ്ങോട്ട് എടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 1 ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ 1 എടുക്കുകയാണ്. 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 66 അല്ലേ.
ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി 15. അപ്പൊ ഈ എക്സ് ഉള്ളടുത്ത് 15, അപ്പൊ എന്ത് വരും 4x എന്ന് പറഞ്ഞാൽ 4 into x. അപ്പൊ എക്സ് ഉള്ളടുത്ത് 15 പ്ലസ് 3y is equal to 66. എത്ര കിട്ടും? 15 4 എത്രയാണ്? 15 4 എന്ന് പറയുന്നത് 60 പ്ലസ് 3y is equal to 66. ഈ പ്ലസ് 60 കണ്ട, ഈ പ്ലസ് 60 ഈക്വൽ ഇപ്പുറത്തോട്ട് പോകും മൈനസ് 60. മിച്ചം ഇവിടെ എന്ത് മാത്രം? 3y is equal to 66 മൈനസ് 60. 3y is equal to എത്ര കിട്ടും? 6. y is equal to എത്ര കിട്ടും? 6/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 രൂപ. ഇത് 15 രൂപ. എന്താണ് 2 രൂപ? അപ്പൊ എന്തിനാണ് 2 രൂപ? 2 രൂപ എന്ന് പറയുന്നത് പെൻസിലിനും 15 രൂപ എന്ന് പറയുന്നത് എന്താണ്? പേനയ്ക്കുമാണ്. സിമ്പിൾ അല്ലേ? അതായത് ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക, അർത്ഥം മനസ്സിലാക്കി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ സെറ്റ് ചെയ്യുക, ആ വേരിയബിൾ അങ്ങോട്ട് ഇടുക, 2 ഇക്വേഷൻ സെറ്റ് ചെയ്തെടുക്കുക, അത് സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെയുള്ള സംഖ്യകൾ തുല്യമായിരിക്കണം. തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കണം? തുല്യമാക്കണം. അങ്ങനെയുള്ള കണക്കുകൾ പുറകെ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുമ്പോൾ അതും മനസ്സിലാവും. അത്രേ ഉള്ളൂ, ഈ ചാപ്റ്റർ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ താമസിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ. അർത്ഥം മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റേജ് തന്നെ എന്താണ്? അർത്ഥം മനസ്സിലാക്കുക, വേറെ കാര്യമൊന്നുമില്ല. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 സെന്റിമീറ്റർ. ആദ്യത്തെ സെന്റൻസ് വായിച്ച് ആദ്യത്തെ കാര്യം എഴുതുക. എന്താണ്? പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ. ആദ്യം അത് തന്നെ എഴുതുക. പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ എത്ര വന്നിട്ടുണ്ട്? റെക്ടാംഗിൾ എന്ന് പറയുന്നത് 26. നമുക്കറിയാം വാട്ട് ഈസ് പെരിമീറ്റർ? 2 into L plus B ആണ് പെരിമീറ്റർ. ഈസ് ഈക്വൽ ടു എത്ര എന്ന് എഴുതാം? 26. ഇവിടെ 2 ഇൻറ്റു ചെയ്തിരിക്കുക. ഇൻറ്റു ചെയ്ത് 2 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? L plus B ഈസ് ഈക്വൽ ടു 26/2. L plus B ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 13. ഇക്വേഷൻ നമ്പർ 1. സെറ്റ് അല്ലേ? 1ാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി അനദർ റെക്ടാംഗിൾ, വേറൊരു റെക്ടാംഗിളിനെ പറ്റി പറയുന്നു. അനദർ റെക്ടാംഗിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത്. അനദർ റെക്ടാംഗിളിന്റെ എന്താണ് ലെങ്ത് ട്വൈസ് ആയി. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇരട്ടിയും. ബ്രെഡ്ത്ത് ത്രൈസ് ആയി. ത്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇരട്ടിയുമായി. അപ്പോൾ അതിന്റെ പെരിമീറ്റർ. അപ്പൊ അനദർ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ഇവിടെ എത്ര ആണെന്ന് പറയുന്നുണ്ട്? പെരിമീറ്റർ ഓഫ് അനദർ റെക്ടാംഗിൾ. അതാണ് ഞാൻ AR എന്നിട്ടിരിക്കുന്നത്. എത്രയാണെന്ന് പറയുന്നുണ്ട്? 62. അനദർ റെക്ടാംഗിൾ ആയാലും ഏത് റെക്ടാംഗിൾ ആയാലും ഇക്വേഷന് മാറ്റമൊന്നുമില്ല. എന്ത് തന്നെയാണ്? 2 into L plus B is equal to എത്ര തന്നെയാണ്? അതിന്റെ പെരിമീറ്റർ എത്രയാണ്? 62. പക്ഷെ ഇവിടുത്തെ എല്ലിനും ബിക്കും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ എല്ലിനും ബിയും എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? എല്ല് 2 മടങ്ങും, അതേപോലെ തന്നെ ബി എന്താണ്? 3 മടങ്ങും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 into എല്ലിന്റെ അവിടെ എന്ത് എഴുതാം? 2L പ്ലസ് ബ്രെഡ്ത്ത് 3B. കണ്ട, 2 മടങ്ങിനെയാണ് 2L. 3B എന്ന് പറഞ്ഞാൽ 3 മടങ്ങ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 62. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ഇൻറ്റു ചെയ്ത 2 ഈക്വൽ അപ്പുറം പോകുമ്പോൾ എന്ത് വരും? 2L പ്ലസ് 3B ഈസ് ഈക്വൽ ടു 62/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2L പ്ലസ് 3B ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 31. ഇക്വേഷൻ നമ്പർ 2. സംഭവം മനസ്സിലായ? സിമ്പിൾ അല്ലേ? അപ്പം ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ 2ഉം നമുക്ക് കിട്ടി. നമുക്ക് ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യാം. അതിനുവേണ്ടി ഇതിന്റെ തൊട്ട് താഴെ എന്ത് ചെയ്യാം? നമ്മുടെ 1ാമത്തെ ഇക്വേഷൻ എഴുതാൻ. L പ്ലസ് ബി ഈസ് ഈക്വൽ ടു 13. ഇതാണ് നമ്മുടെ 1ാമത്തെ ഇക്വേഷൻ അല്ലെ? ഇത് ഈ 1ാമത്തെ ഇക്വേഷൻ. പക്ഷേ ഇവിടെ നമുക്ക് നേരത്തെ ഇതുപോലെ ഡയറക്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നേരത്തെ കുറച്ച പോലെ കുറയ്ക്കാം. കാരണം ഇവിടുത്തെ എല്ലിന്റെ കോയിഫിഷ്യന്റ് 2ഉം ഇവിടുത്തെ എല്ലിന്റെ കോയിഫിഷ്യന്റ് 1ഉം ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 1ഉമാണ്. അപ്പൊ ആ കോയിഫിഷ്യന്റ് വ്യത്യസ്തമാണ്. അതേപോലെ ഇവിടുത്തെ ബിയുടെ കോയിഫിഷ്യന്റ് 3ഉം ഇവിടെ ബിയുടെ കോയിഫിഷ്യന്റ് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ 1ഉണ്ട് അല്ലെ? അങ്ങനെ വ്യത്യസ്തമായി കോയിഫിഷ്യന്റ് വന്നാൽ കുറയ്ക്കുക. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കോയിഫിഷ്യന്റ് എന്തായിരിക്കണം? ഒരേപോലെ ആയിരിക്കണം. അപ്പം ഇവിടെ ഒരേപോലെ അല്ല, എന്തെടുക്കും? ഒരേപോലെ അല്ല, എന്തെടുക്കും? ഒരേപോലെ ആക്കണം. വേറെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായ? ഒരേപോലെ അല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഒരേപോലെ ആക്കണം. ഇവിടെ ഒരേപോലെ ആക്കുമ്പോൾ ഈ 1ാമത്തെ ഇക്വേഷന്റെ എല്ലിന്റെ കൂടുള്ള നമ്മൾ എല്ലാണോ ബി ആണോ ഒരേപോലെ ആക്കേണ്ടത് നമ്മുടെ ഇഷ്ടം. ഏതെങ്കിലും ഒരെണ്ണത്തിനെ തുല്യമാക്കിയാൽ മതി. ഒന്നില്ലെങ്കിൽ എല്ലിനെ തുല്യമാക്കുക, അല്ലെങ്കിൽ ബിനെ തുല്യം. അപ്പൊ എല്ലിനെ തുല്യമാക്കണമെങ്കിൽ ഈ 1ാമത്തെ ഇക്വേഷന്റെ എല്ലിന്റെ കൂടുള്ള കോയിഫിഷ്യന്റ് ആയ 2 ഈ 2ാമത്തെ ഇക്വേഷനുമായിട്ട് ഗുണിക്കണം. അതേപോലെ തന്നെ ഈ 2ാമത് എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷന്റെ എല്ലിന്റെ കൂടെയുള്ള 1 ഈ ഇക്വേഷനായിട്ട് ഗുണിക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കണം. ഇവിടുത്തെ എല്ലിന്റെ 2 ഇവിടുമായിട്ട് ഗുണിക്കുക, ഇവിടുത്തെ എല്ലിന്റെ 1 ഇവനുമായിട്ട് ഗുണിക്കുമ്പോൾ എല്ലാരെയും ഗുണിക്കണം. അതായത് 2Lനെ 1 ഗുണിക്കുമ്പോൾ എന്ത് കിട്ടി? 2L പ്ലസ് 3Bനെ 1 ഗുണിക്കുമ്പോൾ എന്ത് കിട്ടി?
3b ഈസ് ഈക്വൽ ടു 31നെ 1 ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 31. അതേപോലെ തന്നെ ഈ 1l 2 ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 2l പ്ലസ് ഈ 1bനെ 2 ഗുണിക്കുമ്പോൾ 2b, 13നെ 2 വെച്ച് ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 26. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷന്റെ അകത്തെ എല്ലുകൾ തുല്യമായത് കണ്ട. ഇവിടുത്തെ എല്ല് 2l, ഇവിടുത്തെ എല്ലും 2l. അങ്ങനെ തുല്യമായെങ്കിൽ ഇനി നമുക്ക് കുറയ്ക്കാം. 2l നിന്ന് 2l പോയാൽ എത്ര? 0 പ്ലസ് 3bയിൽ നിന്ന് 2b പോയാൽ എത്രയാണ്? 1b ഇസ് ഈക്വൽ ടു 31ൽ നിന്ന് 26 പോയാൽ എത്രയാണ്? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 1b ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ b ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 5. ഇനി നമുക്ക് എന്തും കൂടെ മതി? എല്ലും കൂടെ മതി. ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക, അതല്ലേ ചെറിയ ഇക്വേഷൻ. ആ ഇക്വേഷൻ എടുക്കുക. l പ്ലസ് ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 13. ഇവിടെ ബി ഉള്ളടുത്ത് l പ്ലസ് 13, സോറി ബി ഉള്ളടുത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? ബി എത്ര കിട്ടി? 5. ദാറ്റ് l പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13. l ഈസ് ഈക്വൽ ടു 13 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 13 നിന്ന് 5 പോയാൽ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് എൽ എത്ര കിട്ടി? 8ഉം ബി എത്ര കിട്ടി? 5ഉം. അത് രണ്ടും അല്ലേ? വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും അല്ലേ? അപ്പൊ എൽ എത്ര കിട്ടി? 8ഉം ബ്രെഡ്ത്ത് എത്ര കിട്ടി? 5ഉം. സിമ്പിൾ അല്ലേ? ഒരു കാര്യം ഇതിന്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ട് വന്നുള്ളൂ. എന്താണ് ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് വന്നത്? എന്താണ്? കോഎഫിഷ്യന്റുകൾ തുല്യമല്ലായിരുന്നു. ഇവിടെ കോഎഫിഷ്യന്റ് തുല്യമല്ലായിരുന്നു. നമ്മൾ എന്താക്കി? തുല്യമാക്കി. തുല്യമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ എല്ലാണ് തുല്യമാക്കുന്നത്. ഇവിടുത്തെ എല്ലിന്റെ കൂടെ ഉള്ളവൻ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഇക്വേഷനായിട്ട് ഗുണിക്കണം. ഇവിടുത്തെ എല്ലിന്റെ കൂടെ ഉള്ളവൻ ഒന്നാമത് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ദാറ്റ്സ് ഓൾ. ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനും പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഭാഗത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഭാഗത്തിലെ മൂന്നാമത്തെ ഭാഗത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അർത്ഥം മനസ്സിലാക്കുക, ആൻസർ ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. അർത്ഥം മനസ്സിലാക്കുക, എന്താണ് ആൻസർ ചെയ്തു പോകുക. ദ പ്രൈസ് ഓഫ് 2 kilogram ഓഫ് ഓറഞ്ച്. അപ്പൊ ഇവിടെ പ്രൈസ് ഓഫ് ഓറഞ്ചും ഉണ്ട്, അതേപോലെ തന്നെ പ്രൈസ് ഓഫ് ആപ്പിളും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു നായികയുണ്ട് അല്ലെ. ആദ്യത്തെ നായകൻ ആരാണെന്ന് ആദ്യം എഴുതാം നമുക്ക്. നായകൻ ആരാണ്? പ്രൈസ് ഓഫ് ഓറഞ്ച്. പ്രൈസ് ഓഫ് ഓറഞ്ച് ആണ് ഇവിടുത്തെ നായകൻ. എത്രയാണ് നായകൻ? എക്സ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ പ്രൈസ് ഓഫ് ആപ്പിൾ ആണ് നായിക. ആപ്പിളിനെ നമുക്ക് എന്താ കിട്ടാൻ? y. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. 2 kilogram ഓഫ് ഓറഞ്ച്. അപ്പൊ 2 kg ഓറഞ്ചും അതേപോലെ തന്നെ അടുത്ത സെന്റൻസ് എന്താണ്? 3 kilogram ഓഫ് ആപ്പിൾ. അപ്പൊ 3 kg ആപ്പിളിനും കൂടെ എത്ര രൂപ? 520. ദാറ്റ് ഈസ് ഈക്വൽ ടു 520. അപ്പൊ ഈ കിലോഗ്രാം ഓഫ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ 2 ഓറഞ്ച് എത്രയാണ്? നമ്മൾ എക്സ് പ്ലസ് 3 3 ആപ്പിൾ എത്ര? y ഈസ് ഈക്വൽ ടു 520. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചേ. രണ്ടാമത്തെ സെന്റൻസ് എന്തോ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ദ പ്രൈസ് ഓഫ് 3 kilogram ഓഫ് ഓറഞ്ച്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 kg ഓറഞ്ച് പ്ലസ് അടുത്ത എന്തുവാണ്? 2 kg. അപ്പൊ 2 kg ആപ്പിള് എത്ര രൂപ? 2 kg ആപ്പിള് രൂപ എല്ലാം കൂടെ എത്ര രൂപയായി? 480. നമുക്ക് എന്ത് എഴുതാം? 3 ഓറഞ്ചിന് എന്താണ്? എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 480 അല്ലെ? ഇക്വേഷൻ നമ്പർ 2. ഇനി പാടൊന്നുമില്ല. ഇനി ഇക്വേഷൻ നമ്പർ 1ന്റെ അകത്ത് അല്ലെങ്കിൽ 1ന്റെ അകത്ത് നിന്ന് 2 കുറയ്ക്കുക, 2ന്റെ അകത്ത് നിന്ന് 1 കുറയ്ക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 2ന്റെ അകത്ത് നിന്ന് 1 കുറയ്ക്കാൻ പോകുന്നിടത്ത് ഞാൻ താഴെ എഴുതുക 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 520 അല്ലേ? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 3, ഇവിടുത്തെ എക്സിന്റെ കോയിഫിഷ്യന്റ് 2, ഇവിടുത്തെ വൈയുടെ കോയിഫിഷ്യന്റ് 2, ഇവിടുത്തെ വൈയുടെ കോയിഫിഷ്യന്റ് 3. തുല്യമാണോ? എക്സ് തുല്യമല്ല, ഇവിടെ എക്സ് തുല്യമല്ല, ഇവിടെ വൈയും തുല്യമല്ല. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കണം? തുല്യമാക്കണം. നമ്മുടെ ഇഷ്ടം. എന്തിനെ തുല്യമാക്കണോ? നമ്മുടെ ഇഷ്ടമാണ്. ഞാനൊരു കാര്യം ചെയ്യണം, ഞാൻ എക്സിനെ തുല്യമാക്കാൻ പോകും. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ കൂടെയുള്ള 3നെ ഞാൻ ഈ ഇക്വേഷനുമായിട്ട് ഗുണിച്ച്, ഇവിടുത്തെ എക്സിന്റെ കൂടെയുള്ള 2നെ ഞാൻ ഈ ഇക്വേഷനുമായിട്ട് ഗുണിച്ചു. ഇനി ഗുണിച്ചെഴുതി കുറച്ചാൽ മാത്രം മതി. നോക്കിക്കേ. അപ്പൊ 2 ഗുണം 3 എത്രയാണ്? 6x പ്ലസ് 2 ഗുണം 2 എത്രയാണ്? 4y ഇസ് ഈക്വൽ ടു 2 ഗുണം 480 അല്ലെ? 900 എത്രയാണ്? 4 4 8 8 960. അടുത്ത ഇക്വേഷൻ കിട്ടി. അതേപോലെ തന്നെ 3 ഗുണം 2 എത്രയാണ്? 6x പ്ലസ് 3 ഗുണം 3 അല്ലെ? അപ്പൊ എത്രയാണ്? 3 ഗുണം 3 9y ഇസ് ഈക്വൽ ടു 520 ഗുണം 3 എത്രയാണ്? 1500 എത്രയാണ്? 60. അപ്പൊ ഇനി ഈ 2 ഇക്വേഷനും കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി.
കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണേ. കുറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ചിഹ്ന നിയമങ്ങളൊക്കെ ആവശ്യമായി വരും. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, വളരെ വളരെ സിമ്പിൾ ആണ്. RX-ൽ നിന്ന് RX പോയാൽ എത്രയാണ്? 0. ഇനി ശ്രദ്ധിക്കുക, 4y-ൽ നിന്നും അല്ലെ 4y-ൽ നിന്നും കുറയ്ക്കണം, അതാണ് മൈനസ് ഇട്ടിരിക്കുന്നത്. എന്തോ കുറയ്ക്കേണ്ടത്? 9y. 4y-ൽ നിന്നും 9y കുറയ്ക്കണം. അപ്പൊ 4y മൈനസ് 9y. 4y-യുടെ ചിഹ്നം എന്തുവാ? പ്ലസ്. ഇതെന്തുവാ? മൈനസ്. വ്യത്യസ്ത ചിഹ്നമാണ്. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതായ 9-ൽ നിന്നും ചെറുതായ 4 കുറയ്ക്കണം, 5y. എന്നിട്ട് വലുതിന്റെ ചിഹ്നം എന്താണ്? മൈനസ്. അപ്പൊ എത്ര? 5y. മൈനസ് 5y. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് 5y ഇസ് ഈക്വൽ ടു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? 960-ൽ നിന്നും എന്തുവാ കുറയ്ക്കേണ്ടത്? 960-ൽ നിന്നും കുറയ്ക്കണം 1560. അപ്പൊ 960-ന്റെ ചിഹ്നം എന്തുവാ? പ്ലസ്. ഇത് മൈനസ് അല്ലെ. അപ്പം വലുതിൽ നിന്നും ചെറുത് കുറച്ച്. വ്യത്യസ്ത ചിഹ്നമാണ്, ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ്. അപ്പൊ വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ 1560-ൽ നിന്നും എന്ത് കുറയ്ക്കണം? 1560-ൽ നിന്നും 960 കുറയ്ക്കണം. 0 0 15-ൽ നിന്ന് 9 പോയാൽ എത്രയാണ്? 6. എത്ര കിട്ടി? 600 അല്ലെ. കുറച്ചപ്പോ 600 കിട്ടി. പക്ഷെ വലുതിന്റെ ചിഹ്നം എന്തുവാ? മൈനസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 5y ഇസ് ഈക്വൽ ടു മൈനസ് 600 ആണെങ്കിൽ ഈ മൈനസും മൈനസും വെട്ടിപ്പോകും. മിച്ചം 5y ഇസ് ഈക്വൽ ടു 600 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 600/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? y ഇസ് ഈക്വൽ ടു 600/5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 അല്ലെ. 150 അല്ലേ? 150 ഗുണം 5 അല്ല, സോറി, 600 1 2 120 എന്ന് കിട്ടും. 15 5 60 120. അപ്പൊ y is equal to എത്ര കിട്ടി? 120. വാട്ട് ഈസ് y? y is the price of apple. ഇനി നമുക്ക് എന്തും കൂടെ വേണം? പ്രൈസ് ഓഫ് ഓറഞ്ചും കൂടെ നമുക്ക് വേണം. പ്രൈസ് ഓഫ് ഓറഞ്ച് കിട്ടാൻ വേണ്ടി ഇക്വേഷൻ നമ്പർ 1 ഉണ്ട് നമ്മുടെ കയ്യിൽ, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കുക, അതിന്റെ അകത്തോട്ട് y ഇടുക. y ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x എന്ന് പറയുന്നതിന്റെ ആൻസർ കിട്ടും. ആ x നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ആ എക്സിന്റെ വാല്യൂ ഇത്ര കണക്ക് ചെയ്തല്ലോ നമ്മൾ. അപ്പൊ ഇത് പഠിച്ചതിന് ശേഷം ഈ വൈയുടെ വാല്യൂ എടുത്ത് ഇഷ്ടമുള്ള ഇക്വേഷൻ, ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 1-ൽ ഇടുക, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2-ൽ ഇടുക. എന്നിട്ട് നമ്മുടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വാല്യൂ എല്ലാവരും എനിക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടാനാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ കണക്കുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയും ചെയ്യും. നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോകാനും പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.